അല്ല, എനിക്കിത് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ ഒരു റയൽ മാഡ്രിഡ് ഇങ്ങനെ ഓരോ വർഷവും വന്നിട്ട് പോലെ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചു പോകാൻ എങ്ങനെ പറ്റുന്നു എന്നുള്ളത് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പം 15 ടൈറ്റിലായി ഓൾറെഡി. തൊട്ട് പുറകിലുള്ള AC മിലാൻ 7 ടൈറ്റിൽ, ഇരട്ടിയിൽ കൂടുതൽ ടൈറ്റിൽസാണ് നമ്പർ 1 ആയിട്ടുള്ള റയൽ മാഡ്രിഡിനുള്ളത്. അപ്പോൾ ഇന്നത്തെ മാച്ച് നിങ്ങൾ നോക്കി, ഇന്നത്തെ മാച്ച് ഫസ്റ്റ് ഹാഫ് നോക്കിയാൽ റയൽ കുറച്ചുകൂടെ ഡിഫൻസീവിൽ കുറച്ചുകൂടെ ഹൈലൈൻ കളിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ പൊസഷനൊക്കെ വെച്ച് കളിക്കുന്നു. കാരണം അപ്പുറത്ത് കളിക്കുന്ന ഡോട്ട്മുണ്ട് എന്ന് പറയുന്ന ടീം അവർക്ക് ബോൾ വേണ്ട, അവർക്ക് ബോളിനോട് അലർജിയാണ്. ബോൾ പൊസിഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. അവർ വിത്തൗട്ട് ദ ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന ടീമാണ്. പക്ഷേ റയലും അതേ സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടീമാണ്. പക്ഷേ ഇത് ഓപ്പോസിഷൻ ടീമിൻ്റെ ഈ ഒരു പ്രശ്നം കൊണ്ട് ഓപ്പോസിഷൻ ടീമിനും സെയിം സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്ന ടീം ആയതുകൊണ്ട് തന്നെ റയൽ കുറച്ചുകൂടെ പൊസിഷനൊക്കെ ഹോൾഡ് ചെയ്ത് കളിച്ചേക്കാം എന്ന് ഫസ്റ്റ് ഹാഫിൽ വിചാരിച്ച് അങ്ങോട്ട് ചെന്നു. അപ്പോൾ അവർ കൂടുതൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നു, ഹൈലൈൻ കളിക്കുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ അത്രയ്ക്ക് എഫക്റ്റീവ് ആകുന്നില്ല. ഡോട്ട്മുണ്ടിൻ്റെ ഗെയിമിനെ കുറച്ചുകൂടെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയായി പോയി ആ ഒരു റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു ഫസ്റ്റ് ഹാഫിലെ അപ്രോച്ച്. അതുകൊണ്ട് തന്നെ ഡോട്ട്മുണ്ടിന് ഇഷ്ടംപോലെ ചാൻസസ് ഉണ്ട്. അവരുടെ സെൻറ്റർ ബാക്സിനെ നോക്കിയോ, ഇപ്പം സ്ലോട്ടർ ബാക്ക് ആയാലും അതുപോലെ തന്നെ ഹ്യൂമൽസ് ഒക്കെ ആയാലും അവർ ബാക്കിൽ നിന്ന് ലോങ് ബോൾസ് കളിക്കുന്നു. ലോങ് ബോൾസ് കളിച്ച് ആ ഒരു ഫോർവേഡ്സിൻ്റെ, ഈ ഒരു ഡോട്ട്മുണ്ടിൻ്റെ ഫോർവേഡ്സിൻ്റെ അഡേമി ആയാലും അതുപോലെ തന്നെ ഫുൾ ക്രൂക്ക്, ഇവരുടെയൊക്കെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നു. അത് ശരിക്കും അവരുടെ ഗെയിമിനെ, ഡോട്ട്മുണ്ടിൻ്റെ ഗെയിമിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ബാക്കിൽ നിന്നൊക്കെ ഈ ഒരു ലോങ് ബോൾ കളിച്ച് നല്ല ചാൻസസ് ഫോർവേഡ്സിന്, ഡോട്ട്മുണ്ടിൻ്റെ ഫോർവേഡ്സിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു ബാക്കിൽ നിന്ന് ഡിഫൻഡേഴ്സൊക്കെ. അപ്പോൾ അഡേമയുടെ ചാൻസ് തന്നെ നമ്മൾ നോക്കിയോ, 1v1 ഗോൾ കീപ്പർ കോട്ടോയായിട്ട് വന്നതാണ്. അപ്പോൾ ആ ഒരു ചാൻസൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ചെയ്യേണ്ട ഒരു ചാൻസാണ്. പുട്ടുപോലെ നമുക്ക് ആ ഒരു ഗോൾ സ്കോർ ചെയ്ത് 1-0 അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഡോട്ട്മുണ്ട് സ്കോർ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോഴത്തേനും നമ്മൾ നോക്കിയാൽ 3 ഷോട്ടാണ് ഡോട്ട്മുണ്ടിന് ഓൺ ടാർഗറ്റ് ഉള്ളത്, 0 റയലിന് 0. അതുപോലെ XG നോക്കിയാലും 1.6 ഡോട്ട്മുണ്ടിന്, ഇവർക്ക് 0.09, വെറും 0.09 XG ആണ് റയൽ മാഡ്രിഡിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ തന്നെ ആഞ്ചലോട്ടി, ഞാൻ വിചാരിച്ചത് ആഞ്ചലോട്ടി എന്തെങ്കിലും ചേഞ്ചസ്, അറ്റ്ലീസ്റ്റ് റോഡ്രിഗോയൊക്കെ മാറ്റിയിട്ട് ചിലപ്പം ഇബ്രാഹിം ഡിയാസിനെയോ, അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ചസ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ആഞ്ചലോട്ടി ചേഞ്ചസ് ഒന്നും വരുത്തിയില്ല. ഒരൊറ്റ ചേഞ്ചസ് വരുത്താതെ ആഞ്ചലോട്ടിയുടെ ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു വെച്ചാൽ, നമ്മുടെ ആ ഒരു യൂഷ്വൽ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ആ ഒരു കോമ്പാക്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഫ്ലാങ്ക്സ് ഓവർലോഡ് ചെയ്യുന്നു, സ്വിച്ചസ് നടത്തുന്നു, ബോക്സിലേക്കുള്ള ലേറ്റ് അറൈവൽസ്, അങ്ങനത്തെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആ ഒരു സെക്കൻഡ് ഹാഫിൽ. ആ ഒരു സംഭവം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് റയൽ മാഡ്രിഡ് ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ശരിക്കും ടാക്റ്റിക്കലി ഉള്ള ആ ഒരു ചേഞ്ച് ശരിക്കും ഡോട്ട്മുണ്ടിനെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഡോട്ട്മുണ്ടിൻ്റെ ആ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു ഷോട്ടാണ് ഓൺ ടാർഗറ്റ് ഉള്ളത്, റയലിന് 6 എണ്ണം. അപ്പം ഗോൾ അടിക്കാനുള്ള സംഭവം അടിച്ചില്ലെങ്കിൽ റയൽ പണി തരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈവൻ ഫസ്റ്റ് ഹാഫിൽ ഇവർ ഒരു ഗോൾ സ്കോർ ചെയ്തെന്ന് പറഞ്ഞാലും സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് റയൽ ചിലപ്പോൾ അടിച്ചേക്കാം. റയൽ അടിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പം കാർവഹാലിൻ്റെ ഗോള്, ടോണി ക്രൂസിൻ്റെ ആ ഒരു കോർണർ, ശരിക്കും ടോണി ക്രൂസ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ ഓരോ പ്രാവശ്യവും സെറ്റ് പീസ് എടുക്കുമ്പോഴത്തെ ആ ഒരു സെറ്റ് പീസിൻ്റെ ആ ഒരു എന്നാ പറയുന്നത്, അത്രയ്ക്കും നല്ല സെറ്റ് പീസസാണ് ബോക്സിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ടോണി ക്രൂസ്. അതുപോലെ മാത്രമല്ല പുള്ളിയുടെ ഫ്രീ കിക്ക് ഡെലിവറീസ്, അതുപോലെ തന്നെ കോർണേഴ്സ്, അപ്പോൾ കോർണർ ഡെലിവറീസ് ഇതൊക്കെ ഭയങ്കര എക്സ്ട്രീംലി ആക്യുറേറ്റ് ആണ്. അപ്പുറത്ത് നമ്മൾ ഡോട്ട്മുണ്ടിൻ്റെ കാര്യം നോക്കും, ഡോട്ട്മുണ്ടിൻ്റെ കോർണേഴ്സ് അല്ലെങ്കിൽ സെറ്റ് പീസ് എന്ന് പറയുന്ന സാധനം, സെറ്റ് പീസ് ഭയങ്കര മോശമായിരുന്നു ഡോട്ട്മുണ്ട്. സെറ്റ് പീസ് വഴിയുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് അവർക്ക് നല്ല ഇഷ്ടം പോലെ ചാൻസസ് കിട്ടിയതാണ്, നല്ല ഇഷ്ടം പോലെ കോർണേഴ്സ് കിട്ടിയതാണ്. പക്ഷേ മര്യാദയ്ക്ക് ഡെലിവറീസ് കൊടുക്കുന്നില്ല, അതിനെ അറ്റാക്ക് ചെയ്യാൻ അവരുടെ പ്ലേയേഴ്സിന് പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ മാച്ചിലും, അതായത് ടോണി ക്രൂസിൻ്റെ അവസാനത്തെ ആ ഒരു മാച്ചിലും ടോണി ക്രൂസ് ഒരു അസിസ്റ്റും ഒക്കെ ആയിട്ട് പുള്ളി മാറുകയാണ്, അല്ലെങ്കിൽ പുള്ളി കളം ഒഴിയുകയാണ്. ശരിക്കും റയൽ മാഡ്രിഡ് ഫാൻസിന് മാത്രമല്ല, നമ്മൾ ഓരോ ഫുട്ബോൾ ഫാൻസിനും ശരിക്കും പറഞ്ഞാൽ ടോണി ക്രൂസിൻ്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഭയങ്കര ഒരു നഷ്ടമാണ്. എനിക്ക് വരെ നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സങ്കടം പോലെ തോന്നി. ടോണി ക്രൂസ് ലാസ്റ്റായിട്ട് ആ ഒരു കാണികളെയൊക്കെ ഇങ്ങനെ അഭിവാദ്യം ഒക്കെ ചെയ്ത് പുള്ളി പുറത്തോട്ട് പോയപ്പോൾ തന്നെ എനിക്ക് പോലും, യുണൈറ്റഡ് ഫാനായ എനിക്ക് പോലും ആ ഒരു ചെറിയൊരു വിഷമം
കാരണം എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു കാർവഹാലിൻ്റെ ആ ഒരു ഗോൾ സ്കോർ ചെയ്തതോടെ ഗെയിം അവിടെ അവസാനിച്ചു. ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ഗോളിൻ്റെ ആവശ്യമില്ല റയലിന്, അവിടെ കൊണ്ട് ഗെയിം അവസാനിച്ചു. കാരണം ഇത്രയ്ക്കും കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു, ഒരു ഗോൾ ബാക്കിൽ റയലിനെതിരെ പോകുന്നു. റയൽ അത്രയ്ക്കും കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു ഡിഫെൻസിനെ അത്രയ്ക്കും ക്രൂഷ്യൽ അല്ലെങ്കിൽ അത്രയ്ക്കും പ്രഷർ മൊമെൻറ്റിൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നിയില്ല. ആ ഒരു മാച്ചിൽ ഡോട്ട്മുണ്ടിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അന്നേരം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട്മുണ്ടിൻ്റെ പൊസഷൻ വേണം, ഡോട്ട്മുണ്ടിൻ്റെ ബോൾ വേണം, അല്ലെങ്കിൽ അറ്റാക്ക് നടത്തി ഗോൾ അടിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ അറ്റാക്കിലേക്ക് പോയി. അവർ കുറച്ചുകൂടെ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഇതുപോലെ ഇയാൻ മാറ്റ്സനെ പോണക്കത്തെ പ്ലെയറൊക്കെ ഇങ്ങനത്തെ തെറ്റുകളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. മിസ് പാസ് ഫൈനൽ തേർഡിൽ ബെല്ലിംഗ്ഹാമിന് കൊടുക്കുന്നു, ബെല്ലിംഗ്ഹാം നേരെ വിനീഷ്യസിന് കൊടുത്ത് നേരത്തെ ഒരു ഗോളും കൂടെ അടിച്ചോ എന്നുള്ള രീതിയിൽ രണ്ടാമത്തെ ഗോൾ അങ്ങനെ വെച്ച് കൊടുത്ത് അവരുടെ ഡോട്ട്മുണ്ടിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് റയൽ രണ്ടാമത്തെ ഗോളും കൂടെ, അല്ലെങ്കിൽ വിനീഷ്യസ് രണ്ടാമത്തെ ഗോളും കൂടെ അടിക്കുന്നു. ഇന്നത്തെ ഗെയിമിൽ ശരിക്കും ബെല്ലിംഗ്ഹാം വലിയ രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി ബെല്ലിംഗ്ഹാമിന് പറ്റിയിട്ടില്ല. എങ്കിലും പുള്ളി ഒരു അസിസ്റ്റോടെ സബ്ബായിട്ട് പുറത്തോട്ട് പോകുന്നത് കണ്ടു. അപ്പോൾ ആ ഒരു മാച്ചൊക്കെ ജയിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൻസലോട്ടി ഓൾറെഡി ആ ഒരു മാച്ചിലെ പുള്ളിയുടെ ആ ഒരു ടാക്ടിക്കൽ ബ്രില്യൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഗെയിം മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. പക്ഷേ അത് മാത്രമല്ല, മാച്ച് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിയുടെ ആ ഒരു അതർ സൈഡ്, പുള്ളിയുടെ ആ ഒരു റൊമാൻറ്റിക് സൈഡും കൂടെ നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിച്ചു. പുള്ളിയുടെ വൈഫിൻ്റെ കൂട്ടത്തിൽ ഉള്ള റൊമാൻറ്റിക് സൈഡും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. എനിക്കറിയത്തില്ല, ഇപ്പം അപ്പോർള 15 ആ ഒരു മിഷൻ ഇപ്പം എന്നാ പറയുന്നത് സക്സസ്ഫുള്ളി ഫിനിഷ് ആയിട്ടുണ്ട്. അടുത്ത സീസണിലും വരും. റയൽ മാഡ്രിഡിൻ്റെ ആരാധകരും വരും. അപ്പോർള 16 എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ടീമുകൾ അങ്ങോട്ട് അടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തിനാ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. യുണൈറ്റഡ് ഏതായാലും ചാമ്പ്യൻസ് ലീഗിലില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല. അപ്പോൾ എല്ലാ മാച്ചും കഴിഞ്ഞ് പറയുന്ന പോലെ തന്നെ എല്ലാ റയൽ മാഡ്രിഡ് ഫാൻസിനും ഒരിക്കൽ കൂടി ചാമ്പ്യൻസ് ലീഗ് ജയിച്ചതിൻ്റെ കൺഗ്രാറ്റ്സും വിഷസും ഒക്കെ നേരിടുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യത്തെ പോലെ ഹാലാ മാഡ്രിഡും പരിപാടികളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ വർക്ക് തുടങ്ങുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണും. നമ്മുടെ ഈ ഒരു സീസൺ 2023-24 സീസൺ ഇതോടെ അവസാനിക്കുന്നു. ഇനിയിപ്പം നമുക്ക് പുതിയ സീസണാണ്, ട്രാൻസ്ഫർ പരിപാടികൾ, അതോടെ നമ്മുടെ പുതിയ സീസൺ ആരംഭിക്കുകയാണ്. പിന്നെ യൂറോസും പരിപാടികളും ഒക്കെ വരുന്നുണ്ട്. യൂറോസ്, കോപ്പ അമേരിക്ക ഒക്കെ വരുന്നുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ബൈ ഗൈസ്.